Hello students, welcome back to Bosco Canvas Vision. In the previous session we discussed the essential components required for a successful e-commerce website. So now we are moving on to the next topic, that is promotion of a e-commerce website. So in this session we will look into the basic meaning of promoting a website and the various techniques that is used for promotion of a website. So website promotion is the continuing process used by the webmasters to promote and bring more visitors to a website. The purpose of promotion is to get the maximum number of people to visit the website. So to effectively market your website, you need to spend time, effort and money. സോ വെബ്സൈറ്റ് പ്രൊമോഷൻ എന്തുകൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ വെബ്സൈറ്റിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക, അതായത് ആ വെബ്സൈറ്റ് ആക്സസ് ചെയ്യുന്ന പബ്ലിക്കിൻ്റെ എണ്ണം കൂട്ടാനായിട്ട് വേണ്ടുന്ന പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ചെയ്യുക. സോ വെബ്സൈറ്റ് പ്രൊമോഷൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ മാക്സിമത്തിൽ എത്തിക്കുക. സോ ഈ വെബ്സൈറ്റ് പ്രൊമോഷൻ ആക്ടിവിറ്റിക്ക് ഒരുപോലെ വേണ്ടുന്ന 3 കാര്യങ്ങളാണ് ടൈമും, എഫേർട്ടും, മണിയും. സോ ക്യാഷ് റിക്വയർഡ് ആണ്, അതുപോലുള്ള എഫേർട്ട് നമ്മൾ ഇടണം, അതുപോലെ അതിനൊരു നിശ്ചിത ടൈമും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു കറക്റ്റായിട്ടുള്ള പ്രൊമോഷൻ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കൂ. സോ ഇന്നൊരു പ്രൊമോഷൻ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നാളെ തന്നെ ആ വെബ്സൈറ്റിലെ ആൾക്കാരുടെ എണ്ണം കൂടണമെന്നില്ല. ഇറ്റ് ഗ്രാജുവലി ഇൻക്രീസസ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടായിരിക്കും ഈ പ്രൊമോഷൻ ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. So through word of mouth is a great way to start website promotion, and there are number of other techniques. സോ ഒരു വെബ്സൈറ്റ് പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു മെയിൻ ടെക്നിക്ക് എന്ന് പറയുന്നത് വേർഡ് ഓഫ് മൗത്ത് തന്നെയാണ്. അത് കസ്റ്റമേഴ്സ് തന്നെ വിചാരിക്കണം. സോ വേർഡ് ഓഫ് മൗത്ത് എന്ന് പറയുന്നത് ഒരാൾക്ക് ഒരു വെബ്സൈറ്റിനെയോ പ്രൊഡക്റ്റിനെയോ പറ്റി അറിയാവുന്ന കാര്യങ്ങൾ മറ്റൊരാളിലേക്ക് പോസിറ്റീവ് രീതിയിൽ പറയുക. ഇപ്പോൾ നമ്മൾ തന്നെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് നമ്മളെ പരിചയമുള്ളവരുടെ ഇടയ്ക്കൊക്കെ നമ്മൾ ഉപയോഗിച്ച വെബ്സൈറ്റിനെയും പ്രോഡക്റ്റിനെ പറ്റിയൊക്കെ സംസാരിക്കാറുണ്ട്. സോ അങ്ങനെ സംസാരിച്ച് ഒരു പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ വെബ്സൈറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നതിനാണ് വേർഡ് ഓഫ് മൗത്ത് പ്രൊമോഷൻ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഏതൊരു അഡ്വർടൈസ്മെൻറ്റിനെക്കാളും നമുക്ക് പരിചയമുള്ള ഒരാൾ, ആ പ്രോഡക്റ്റ് യൂസ് ചെയ്ത ഒരാൾ അതിനെപ്പറ്റി പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു വിശ്വാസം വരും. സോ വേർഡ് ഓഫ് മൗത്ത് വളരെ എഫക്റ്റീവ് ആണ്, അതുപോലെ തന്നെ അത്തരത്തിലുള്ള പ്രൊമോഷൻ വളരെ ലിമിറ്റഡ് ആണ്. സോ അതർ ദാൻ ദിസ് വേർഡ് ഓഫ് മൗത്ത് there are a number of other techniques used for the website promotion. So some other techniques of promoting a website are web directory, search engine, banner ads, article directories, classifieds, social networking sites, pay-per-click, tutorial sites, viral marketing, blogs. സോ വേർഡ് ഓഫ് മൗത്ത് എന്നൊരു പ്രൊമോഷൻ ടെക്നിക്ക് അല്ലാതെ വെബ്സൈറ്റ് പ്രൊമോഷന് വേണ്ടി യൂസ് ചെയ്യുന്ന മറ്റു കുറച്ച് ടെക്നിക്സ് ആണ് ഇതെല്ലാം. സോ വി വിൽ ലുക്ക് ഇൻ ടു സം ഓഫ് ദീസ് ടെക്നിക്സ് വൺ ബൈ വൺ ഇൻ ഡീറ്റെയിൽ. First one is web directory. A web directory, also known as subject directory, lists websites by subject and are created to assist users to find all relevant websites under certain categories. It is not a search engine and does not display list of web pages based on keywords. Instead, it lists website by category and subcategory. സോ വെബ് ഡയറക്ടറി അല്ലെങ്കിൽ സബ്ജക്റ്റ് ഡയറക്ടറി എന്ന് പറയുന്നത് വെബ്സൈറ്റ്സിൻ്റെ ഒരു ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡയറക്ടറിയാണ്. സോ ഓരോ കാറ്റഗറിയിലും അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന വെബ്സൈറ്റിനെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലിസ്റ്റ് ഓഫ് വെബ്സൈറ്റ്സിനെയാണ് നമ്മൾ വെബ് ഡയറക്ടറി അല്ലെങ്കിൽ സബ്ജക്റ്റ് ഡയറക്ടറി എന്ന് പറയുന്നത്. സോ ഇപ്പം മെയിനായിട്ട് പോപ്പുലറായിട്ട് നിൽക്കുന്ന വെബ് ഡയറക്ടറീസ് എന്ന് പറയുന്നത് ഗൂഗിൾ ഡയറക്ടറി ഉണ്ട്, യാഹൂ ഡയറക്ടറി ഉണ്ട്. സോ ഓരോ സെക്ടർ അല്ലെങ്കിൽ ഏരിയയിൽ ഫേമസ് ആയിട്ട് നിൽക്കുന്ന വെബ്സൈറ്റിൻ്റെ ലിസ്റ്റ് ആയിരിക്കും ഈ ഡയറക്ടറി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ സ്പോർട്സിൻ്റെ കേസസിലാണെങ്കിൽ sportleclickbus.com, ESPN11.com ഇങ്ങനെയുള്ള സൈറ്റ്സിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കും. ഇനിയിപ്പോൾ എഡ്യൂക്കേഷൻ കാറ്റഗറിയുടെ അണ്ടറിൽ wikipedia.com, investopedia.com, ask.com ഇങ്ങനെയുള്ള വെബ്സൈറ്റിൻ്റെ ലിസ്റ്റ് കൊടുത്തിരിക്കും. ഇനി എൻ്റർടൈൻമെൻറ്റ് സെക്ടറിലാണെങ്കിൽ അതിൻ്റെ കുറേ വെബ്സൈറ്റ്, യൂട്യൂബ്, ഫേസ്ബുക്ക് അങ്ങനെയുള്ള കുറേ കൊടുത്തിരിക്കും. ഷോപ്പിംഗ് കാറ്റഗറിയുടെ അണ്ടറിലാണെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട്, eBay അങ്ങനെയുള്ള സൈറ്റ്സിൻ്റെ പേരുകൾ കൊടുത്തിരിക്കും. സോ കസ്റ്റമേഴ്സിന് ഈസി ആയിട്ട് ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. സോ ഈ വെബ് ഡയറക്ടറിയിലേക്ക് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര് ഇൻക്ലൂഡ് ചെയ്യുക എന്നതാണ് ഒരു പ്രൊമോഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. സോ ദർ ആർ പെയ്ഡ് ഡയറക്ടറീസ്, ഫ്രീ ഡയറക്ടറീസ് ആൻഡ് ബിഡ് ഡയറക്ടറീസ്. നമുക്ക് പേ ചെയ്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഡയറക്ടറീസ് ഉണ്ട്, ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഡയറക്ടറീസ് ഉണ്ട്, ബിഡ് ചെയ്ത് നമ്മൾ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ആവുന്ന ഡയറക്ടറീസും ഉണ്ട്. സോ ഇപ്പം നമ്മുടേതൊരു പുതിയ സ്റ്റാർട്ടപ്പ് വെബ്സൈറ്റ് ആണെങ്കിൽ പല ഫേമസ് വെബ്സൈറ്റിൻ്റെ കൂടെ നമ്മുടെ പേര് കിടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ അത് എന്താണെന്നൊന്ന് എടുത്ത് നോക്കും. So listing the website in a web directory is another major promotion technique.
Next is banner ads. A banner advertisement is a small rectangular image or object on a web page that shows some message of the company or product displayed with a hyperlink to the advertiser's website. It can be a bit expensive, but you have to choose your ads wisely. സോ ഇപ്പോൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സൈഡിൽ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലോ അല്ലെങ്കിൽ സർക്കിൾ ഷേപ്പിലോ ഒക്കെ ഇമേജസ് വരുന്നത് കാണാറുണ്ട്. സോ അതിൻ്റെ കൂടെ തന്നെ ഒരു ഹൈപ്പർ ലിങ്കും കാണും. നമ്മളത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു അഡ്വർടൈസറിൻ്റെ വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. സോ ഇത്തരത്തിലുള്ള ഒരു പ്രൊമോഷൻ ടെക്നിക്കിനെയാണ് നമ്മൾ ബാനർ ആഡ്സ് എന്ന് പറയുന്നത്. സോ പബ്ലിക് സ്ഥിരമായിട്ട് ആക്സസ് ചെയ്യുന്ന വെബ്സൈറ്റ്സിലൊക്കെ നമ്മുടെ ചെറിയ ചെറിയ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ പ്ലേസ് ചെയ്ത് അതിൻ്റെ അകത്തൊരു ഹൈപ്പർ ലിങ്കും പ്രൊവൈഡ് ചെയ്യും. സോ അത് ക്ലിക്ക് ചെയ്യുന്ന വഴി അതിൻ്റെ ഡീറ്റെയിൽ ഇൻഫോർമേഷൻസ് പബ്ലിക്കിന് കളക്ട് ചെയ്യാൻ സാധിക്കും. സോ ഇത്തരത്തിലുള്ള പ്രൊമോഷൻ ടെക്നിക്ക് കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷേ നമ്മൾ കറക്റ്റ് രീതിയിൽ ആൾക്കാർ നല്ല രീതിയിൽ ആക്സസ് ചെയ്യുന്ന വെബ്സൈറ്റിലൊക്കെ നമ്മളിത് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാഭവുമായിരിക്കും. Next is classifieds. It is a common way to easily make posts for free and reach large number of people. They tend to work better for business or service-based websites. Examples include classified.myspace.com, classifieds.yahoo.com. സോ ഇപ്പോൾ പല രീതിയിലുള്ള ഓൺലൈൻ ക്ലാസിഫൈഡ്സ് ഒക്കെ അവൈലബിൾ ആണ്. സോ അതിലേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് പോസ്റ്റ് ചെയ്യുകയും നമുക്കൊരു വാസ്റ്റ് എമൗണ്ട് ഓഫ് പീപ്പിളിനെ ഒറ്റയടിക്ക് ആക്സസ് ചെയ്യാനായിട്ടും സാധിക്കും. സോ ഓൺലൈൻ ആണെങ്കിൽ പോലും കൂടുതൽ ആൾക്കാർ ആക്സസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ക്ലാസിഫൈഡ്സ് എന്നൊക്കെ പറയുന്നത്. സോ അതിലേക്ക് നമ്മുടെ പുതിയ വെബ്സൈറ്റിൻ്റെ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള വെബ്സൈറ്റിൻ്റെ ഇൻഫോർമേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുകയും അഡ്വർടൈസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ അത് ശ്രദ്ധിക്കും. സോ അത്തരത്തിൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ക്ലാസിഫൈഡ്സ് ആണ് classifieds.myspace.com, classifieds.yahoo.com. Next one is article directories. An article directory is a website with a collection of articles written about different subjects. People search for articles in different categories, and after reading the article, they usually follow a link at the bottom of the article to your website. സോ പല സബ്ജക്റ്റിനെ കുറിച്ചും പല ആർട്ടിക്കിൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. സോ ഇങ്ങനെ ആർട്ടിക്കിൾസ് അവൈലബിൾ ആവുന്ന വെബ്സൈറ്റാണ് goarticles.com, ehow.com എന്നൊക്കെ പറയുന്നത്. സോ ഈ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എന്തെങ്കിലും റിസർച്ച് സ്റ്റഡിയെ ബേസ് ചെയ്തിട്ടുള്ള ആവാം, ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് ബേസ്ഡ് ആർട്ടിക്കിൾ ആവാം. സോ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഈ ഒരു ഓൺലൈൻ ആർട്ടിക്കിൾ ഡയറക്ടറീസിലൊക്കെ ആക്സസ് ചെയ്യാറുണ്ട്. സോ ഈ ആർട്ടിക്കിൾ പേജസിൻ്റെ അവസാനം ചെറിയൊരു ഇമേജ് വൈസോ അല്ലെങ്കിൽ ലിങ്ക് വൈസോ നമ്മുടെ വെബ്സൈറ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതുവഴി നമുക്ക് നമ്മുടെ വെബ്സൈറ്റിനെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ അതും അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു ക്യാച്ച് ആയിട്ടുള്ള ഹെഡിങ് ഒക്കെ കൊടുത്ത് ഒരു ആർട്ടിക്കിൾ പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ അവസാനം നമ്മുടെ ലിങ്കും കൂടി പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ കസ്റ്റമേഴ്സിന് അത് വളരെ പ്ലീസിങ് ആയിട്ട് തോന്നുകയും ചെയ്യും. അവർ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യും. സോ ആർട്ടിക്കിൾ ഡയറക്ടറീസ് ആർ കൺസിഡർഡ് ടു ബി വൺ ഓഫ് ദ മേജർ പ്രൊമോഷൻ ടെക്നിക്സ്. Next is social networking sites. These are often considered as a way to market a website or blog. Most social networking sites also have forums and classifieds that you can post in. സോ ഇത് എടുത്തു പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഏരിയ ആണ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് എന്ന് പറയുന്നത്. ധാരാളമായിട്ടുള്ള ആഡ്സും പ്രൊമോഷൻസും ഒക്കെ വരുന്ന ഒരു ഏരിയ ആണ് സോഷ്യൽ സൈറ്റ്സ്. അതായത് ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ, വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, ഇതിലെല്ലാം നമ്മൾ പലതരത്തിലുള്ള പ്രൊമോഷൻ വർക്ക്സും കാണാറുണ്ട്. സോ ഒരു വെബ്സൈറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണെങ്കിലും പ്രൊമോട്ട് ചെയ്യാനാണെങ്കിലും ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടെക്നിക്കാണ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് പേ പെർ ക്ലിക്ക്, PPC. This is one of the best methods for e-commerce website promotion. When any person searches for keywords in search engines like Google, then you will get the list of sponsored links on the right side column. Example, Google AdWords and Overture. സോ പേര് പോലെ തന്നെ പേ പെർ ക്ലിക്ക് ആണ്. സോ അതായത് ആരാണോ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നത് അവർക്ക് മാത്രം നമ്മൾ പേയ്മെൻറ്റ് നടത്തിയാൽ മതി. സാധാരണ രീതിയിൽ അഡ്വർടൈസ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മളൊരു ഹോൾ എമൗണ്ട് ആണ് പേ ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡിൽ എന്ന് പറയുമ്പോൾ എത്ര പേര് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അത് ആക്സസ് ചെയ്യുന്നോ അതിന് മാത്രമുള്ള പേയ്മെൻറ്റ് കമ്പനി നടത്തിയാൽ മതി. സോ ഇപ്പോൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യം ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ലിങ്ക്സും കാര്യങ്ങളൊക്കെ എൻ്റെ റൈറ്റ് സൈഡിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. സോ നമുക്ക് വേണ്ടുന്ന കാര്യമാണോ എന്നറിയാൻ നമ്മൾ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കും. അപ്പോൾ ചിലപ്പോൾ അതൊരു വേറൊരു പേജിലേക്കായിരിക്കും റീഡയറക്റ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഒരു വെബ്സൈറ്റിലേക്ക് കയറുകയും നമ്മൾ പെട്ടെന്ന് ആ വെബ്സൈറ്റിനെ പറ്റി അറിയുകയും പിന്നീട് നമ്മൾ പല രീതിയിലും അത് ആക്സസ് ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും. സോ പേ പെർ ക്ലിക്ക് ആണ് മറ്റൊരു രീതിയിലുള്ള പ്രൊമോഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്.
Next is tutorial sites. Submitting tutorials is a great way to get traffic to a website via a link. A lot of designers submit tutorials to sites and get a lot of exposure. Most of these tutorial sites are very well ranked, so getting a link on them can be very good for your website or blog. സോ കൂടുതൽ ആക്സസ് ഉള്ള ചെറിയ ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലിങ്കൊക്കെ പബ്ലിക്കിന് പ്രൊവൈഡ് ചെയ്ത് സോ അവർ ആക്സസ് ചെയ്യുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ആക്സസ് ചെയ്യുന്നത് നമ്മുടെ വെബ്സൈറ്റാണ്. സോ ഇങ്ങനെ ട്യൂട്ടോറിയൽ സൈറ്റ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നതും ഒരു പ്രൊമോഷൻ ടെക്നിക്കാണ്. സോ ഇപ്പോൾ ഏതെങ്കിലും ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു കമ്പനി ആണെങ്കിൽ ഇപ്പോൾ ബൈജൂസ് ആപ്പ് എന്നാണ് പറയുക, അപ്പോൾ അവരുടെ ഒരു അഡ്വർടൈസ്മെൻറ്റോ ട്യൂട്ടോറിയൽ എന്തെങ്കിലും വീഡിയോസ് നമ്മുടെ വെബ്സൈറ്റ് വഴി പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് നമ്മുടെ വെബ്സൈറ്റിനും ഓട്ടോമാറ്റിക്കലി ഒരു എക്സ്പോഷറാണ്. അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള പലതരം ട്യൂട്ടോറിയൽ സൈറ്റ്സ് ഉണ്ട്. സോ ആ സൈറ്റ്സിലേക്ക് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്കും പ്രൊവൈഡ് ചെയ്യുന്നത് വഴി നമുക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ചെറിയ അഡ്വർടൈസ്മെൻറ്റ് വീഡിയോസ് പോലൊക്കെ ചെയ്തിട്ട് അതിൻ്റെ താഴെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്കും ഒക്കെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കസ്റ്റമേഴ്സ് അതിലേക്ക് ആക്സസ് ചെയ്യും. So submitting tutorial sites is another major technique of promoting a e-commerce website. So these are some of the major techniques used for a website promotion. We have some more important techniques that we will be discussing in the next session. So in this session we discussed the meaning of promoting a website and the main techniques used for promoting a e-commerce website. Hope all are clear with the topic. Thank you.